എരുമപ്പെട്ടി ഗവൺമെന്റ് എൽ.പി. സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് ഭക്ഷ്യ വിഷബാധയുണ്ടായ സാഹചര്യത്തിൽ എരുമപ്പെട്ടി സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിന്റെ സേവനം രാവിലെ 9 മണി മുതൽ രാത്രി 8 മണി വരെ തുടരാൻ തൃശൂർ എ.ഡി.എം. നിർദ്ദേശം നൽകി. നിലവിൽ രാവിലെ 9 മണി മുതൽ വൈകിട്ട് 6:30 വരെയാണ് ഡോക്ടറുടെ സേവനമുള്ളത്. ആശുപത്രിയുടെ ചുമതലയുള്ള വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പുഷ്പ രാധാകൃഷ്ണൻ, CPI കുന്നംകുളം മണ്ഡലം സെക്രട്ടറി പ്രേംരാജ് ചൂണ്ടലാത്ത് എന്നിവർ സ്കൂളിൽ സന്ദർശനം നടത്തിയതിനു ശേഷം ADM-നോട് ആവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. ഇവിടെ ഡോക്ടർമാരെ വിന്യസിപ്പിക്കാനും ആവശ്യമായ മറ്റ് സൗകര്യങ്ങൾ ഉണ്ടാക്കണമെന്നും ഇപ്പോൾ ADM-നെ ഇവിടെ വിളിച്ചു പറയുകയും ADM ഉറപ്പു തരികയും ചെയ്തിട്ടുണ്ട്. ഒപ്പം തന്നെ ഞങ്ങൾ ആവശ്യപ്പെടുന്ന മറ്റൊന്നാണ്, കുട്ടികളൊക്കെ വന്നു കഴിഞ്ഞാൽ കുട്ടികൾക്ക് എല്ലാവരും പരിശോധിക്കുന്ന രീതിയിൽ ഒരു മെഡിക്കൽ ക്യാമ്പ് സ്കൂളിൻ്റെ ക്യാമ്പസിൽ വെച്ച് നടത്തണം. അത് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. ഹെൽത്തും അതുപോലെ ഉത്തരവാദപ്പെട്ട മുഴുവൻ ആളുകളും ഉണ്ടാക്കണം എന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത്. മേലിൽ ഇങ്ങനെ ഒരു ഭക്ഷ്യ രംഗത്തുണ്ടാവുന്ന ഒരു ഇതുണ്ടാവാതിരിക്കാനുള്ള ഒരു സംവിധാനം ഹെൽത്തും അതുപോലെ ഉത്തരവാദപ്പെട്ട മുഴുവൻ ആളുകളും ഉണ്ടാക്കണം എന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത്. ചെറിയ കുട്ടികളാണ്. അതിൻ്റെ സുരക്ഷാ സംവിധാനം, ഭക്ഷ്യസുരക്ഷാ സംവിധാനം ശക്തിപ്പെടുത്താവുന്ന ആവശ്യമായ നടപടികൾ സർക്കാരിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതുണ്ടാവും. അവിചാരിതമായി ഉണ്ടായതാണ്. വെള്ളത്തിൻ്റെ റിസൾട്ട് വന്നിട്ടില്ല. വെള്ളത്തിൻ്റെ റിസൾട്ട് വരും. അതനുസരിച്ച് മറ്റു കാര്യങ്ങൾ ചെയ്യാനായിട്ട് സർക്കാർ തലത്തിൽ നമ്മൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇന്ന് തന്നെ ADM കാര്യത്തിൽ ഇടപെടാം എന്ന് ഞങ്ങൾക്ക് ഉറപ്പ് തന്നിട്ടുണ്ട്. ADM-നോട് വിളിച്ച് പറഞ്ഞു, ഇവിടെ ആവശ്യത്തിനുള്ള ഡോക്ടർമാരെ എരുമപ്പെട്ടി ഹെൽത്ത് സെൻ്ററിൽ ഇല്ല. ഹെൽത്ത് സെൻ്ററിൽ ആവശ്യമായ ഡോക്ടർമാർ ഇന്ന് തന്നെ നടപടിയെടുക്കാമെന്ന് ADM ഉറപ്പ് തന്നിട്ടുണ്ട്.